നമസ്കാരം. മെഗ് ബി എ ടീച്ചറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗ് ബി എ ടീച്ചറിൻ്റെ പുതിയ സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. പുതിയ സീരീസ് ഓഫ് ക്ലാസ് എന്ന് പറയുമ്പോൾ മെഗ് ബി എ ടീച്ചർ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോളിടെക്നിക് മാത്തമാറ്റിക്സിലാണ്. അതായത് കേരള പോളിടെക്നിക് മാത്തമാറ്റിക്സ് സിലബസിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് മെഗ് ബി എ ടീച്ചറിൽ ഈ ഒരു സീരീസിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടുന്ന സിലബസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ് ബേസ് ചെയ്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് 2015 റിവിഷൻ ബേസ്ഡ് സിലബസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 റിവിഷനുള്ള ആൾക്കാർക്കും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 മാത്സ് 1 and 2ഉം 2015 മാത്സ് 1 and 2ഉം സബ്ജക്റ്റിൻ്റെ സിലബസിൽ മാറ്റമില്ല. ആസ് എ ഹോൾ എടുക്കുമ്പോൾ സിലബസിൽ മാറ്റമില്ല. എന്നാൽ 2010 മാത്സ് 1ൻ്റെ അതേ ടോപ്പിക്സ് അല്ല 2015 മാത്സ് 1നുള്ളത്. സിമിലർ 2010 മാത്സ് 2ൻ്റെ അതേ ടോപ്പിക് അല്ല 2015 മാത്സ് 2ലുള്ളത്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടിരിക്കുന്നു എന്ന് മാത്രം. ആസ് എ ഹോൾ ടോപ്പിക്സ് ഒന്ന് തന്നെയാണ്. 2010 ചെറിയൊരു കാര്യം കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടോപ്പിക്സ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ചെറിയൊരു ഭാഗം 2010 റിവിഷനിൽ കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ 2010 ബാച്ച് ആൾക്കാർക്കും 2015 ബാച്ച് ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്, പ്രൊവൈഡഡ് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സിലബസ് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസാണ് ഓരോ ടോപ്പിക് വൈസാണ് ക്ലാസ്സും പ്രോബ്ലംസും ഉണ്ടാവുക. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ സിലബസ് നോക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2015 സിലബസ് എന്ന് പറയുന്നത്. 2015 റിവിഷൻ 2015 ആണ്. ഓക്കെ, 2015 റിവിഷൻ സിലബസ് ആണ് ഈ കാണുന്നത്. റിവിഷൻ 2015ൻ്റെ സിലബസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എല്ലാ പോളിടെക്നിക് സബ്ജക്റ്റിനെ പോലെയും മാത്സിൽ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. മെയിനായിട്ട് 4 മൊഡ്യൂൾസ് ആണ് സാധാരണഗതിയിൽ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാകുന്നത്. ഇവിടെയും നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഈ ഡീറ്റെയിൽഡ് സിലബസിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വരുന്ന അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡുകളിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് വെക്റ്റർ ആൾജിബ്രയും ബൈനോമിയൽ തിയറവുമാണ്. എന്താണ് വെക്റ്റർ ആൾജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്റ്റർ ആൾജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വെക്റ്റേഴ്സ് എന്ന് ചോദിക്കും. എന്താണ് സ്കേലാർസ്, എന്താണ് വെക്റ്റേഴ്സ് എന്ന് അറിയണമെങ്കിൽ എന്താണ് സ്കേലാർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതേപോലെ ഒരു വെക്റ്റർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു വെക്റ്ററിന്റെ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് വെക്റ്റേഴ്സ് ആണ് ഉള്ളത്, പിന്നെ അതിനെ എങ്ങനെ ആഡ് ചെയ്യാം, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്, പിന്നെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, അതിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്താണ്, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ്, എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളത് ഓരോന്നായിട്ട് എടുത്തിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. x+a⁴n എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ തിലകൻ സിനിമയിൽ പറയുന്ന പോലെ a+b² ബബ്ബ അല്ല എന്ന് പറയുന്നത് പോലെ, എന്താണ് x+b²? ഇതിന്റെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അത് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നതിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ NCR എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ പറയാ, ഒരു പാത്രത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ബോക്സിൽ നമ്മൾ 10 റെഡ് കളറിലെ ബോൾ ഇട്ടു, 20 നീല കളറിലെ ബോൾ ഇട്ടു, 30 മഞ്ഞ കളറിലെ ബോൾ ഇട്ടു. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കണ്ണുമൂടി എടുക്കുമ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് +2 പഠിച്ച ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
അതുപോലുള്ളൊരു സാധനമാണ് ഈ പറയുന്ന ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബിലിറ്റി നമ്മൾ പറയുന്നില്ല, പ്രോബിലിറ്റിയെ കുറിച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഡിറ്റർമിനൻസ്, രണ്ട് മെട്രിസസ്. എന്താണ് ഡിറ്റർമിനൻസ് എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. എന്താണ് ഓർഡർ ഓഫ് എ ഡിറ്റർമിനന്റ്, ഇവാലുവേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓർഡർ, പിന്നെ സൊല്യൂഷൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോൺസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതേപോലെ 3 അൺനോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഡിറ്റർമിനൻസിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് തന്നാൽ മാത്രം മതി. എന്താണെന്നുള്ളത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അതിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുകയും ചെയ്യും കേട്ടോ. അടുത്തത് എന്താണ് മെട്രിസസ്, എന്താണ് ഓർഡർ ഓഫ് മെട്രിസസ്, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്, ആൾജിബ്ര ഓഫ് മെട്രിസസ്, അഡീഷൻ ഓഫ് മെട്രിസസ്, സബ്സ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്, മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. എന്താണ് എക്സ്ക്യൂസ് മീ, എന്താണ് സിംഗുലർ മെട്രിക്സ്, എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഫാക്ടർ, അഡ്ജോയിന്റ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ മെട്രിസസ് എന്ന് പറയുന്ന ഭാഗത്ത്. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ, ഇതും നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് ബേസിക്കലി എല്ലാ മൊഡ്യൂളും നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റഗ്രൽ കാൽക്കുലസ്. ഓക്കെ, എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനാണ് ഇന്റഗ്രൽ കാൽക്കുലസിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്റഗ്രലിന് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയും. അതായത് ഒരു ബൗണ്ടറിയിൽ കൊടുക്കുകയാണെങ്കിൽ, ഒരു ലിമിറ്റിൽ കൊടുക്കുകയാണ്, എ ടു ബി, ഇന്റഗ്രൽ എ ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോവാം. സാധാരണഗതിയിൽ സ്റ്റുഡൻസിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ഈ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ മൂന്നാമത്തെ ടോപ്പിക്. നമുക്കത് വളരെ എളുപ്പത്തിൽ മെഗ്ബിയോ ടീച്ചറിന്റെ ക്ലാസ്സിൽ കൂടെ പഠിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞു നമുക്കത് പഠിക്കാം. ഓക്കെ, ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ്, അല്ലാണ്ട് വേറെ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള കുറച്ച് ട്രിക്സിലൂടെയൊക്കെ നമുക്കത് പഠിച്ചു പോവാം. ഓക്കെ, ഇനി നാലാമത്തെ മൊഡ്യൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഭാഗം തന്നെയാണ് ഇതിനുള്ളത്. ഏരിയ ആൻഡ് വോളിയംസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുമ്പോൾ ഒരു കർവ് ബൗണ്ട് ചെയ്യുന്ന ഏരിയ. സേ ഇഫ് ദിസ് ഇസ് മൈ എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ ആണ്, ഇവിടെ എനിക്കൊരു കർവ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഇതാണ് കർവ്. ഓക്കെ, ഇത് ബൗണ്ട് ചെയ്യുന്ന ഏരിയ, ഈ കാണിച്ചിരിക്കുന്ന ഏരിയ, ഇത് കാണാനുള്ള വഴി എന്താണ്. അതേപോലെ ഒരു എന്താണ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്, ഈ സിലിണ്ടർ, കോണ്, അതെല്ലാം സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഭാഗം മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു റെക്ടാങ്കിൾ മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ റെക്ടാങ്കിൾ, ഈ കാണിച്ചിരിക്കുന്നത് മാത്രമാണ് റെക്ടാങ്കിൾ. ഇതൊരു ആക്സിസ് ആണ്. ഈ ആക്സിനെ അബൌട്ടായിട്ട് ഞാൻ ഈ റെക്ടാങ്കിളിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് എന്താ കിട്ടുക, എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ സിലിണ്ടർ ആണ്. അതേപോലെ റൈറ്റ് ട്രയാങ്കിളിന് എടുത്തു വെച്ചാൽ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിനെ ഞാൻ ഈ ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ആക്സിനെ അബൌട്ടായിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, കോണാണ് കിട്ടുക. ഓക്കെ, അതാണ് എന്താ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ. അതിന്റെ വോളിയംസ് അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ, വളരെ ചെറിയൊരു ക്ലാസ്സാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്കുള്ള ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആവശ്യമുള്ള എല്ലാവരും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മെഗ്ബിയോ ടീച്ചർ ഈ ക്ലാസ്സുകൾ വളരെ ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാ പോളിടെക്നിക് സ്റ്റുഡൻസും 2010 റിവിഷൻ ആണെങ്കിലും 2015 റിവിഷൻ ആണെങ്കിലും രണ്ടു പേർക്കും ഇത് ഉപകാരപ്പെടും. അതിൽ തന്നെ ആദ്യം നമ്മൾ മാത്സ് 2 ആണ്
മാത്തമാറ്റിക്സ് 2 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ ആണ്, റെഗുലർ ഗോയിങ് സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമിസ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ സഹായകമാകാൻ വേണ്ടിയിട്ടാണ് മാത്സ് 2 നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ സോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മക്ബിയ ടീച്ചർ മിക്കവാറും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും മക്ബിയ ടീച്ചർ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടുതൽ സോൾഡ്, അതായത് സിലബസിലുള്ള എന്നാൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മോഡ്യൂൾ വൈസ് ആയിട്ട് നമുക്ക് ഒപ്പം.com എന്ന് പറയുന്ന ഒപ്പം.in എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. സോൾഡ് ക്വസ്റ്റ്യൻസ് ഒപ്പം.in എന്ന് പറയുന്ന സൈറ്റിൽ ലഭ്യമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ഈ സൈറ്റിൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഒപ്പം.in OPPAM.in ഒപ്പം.in എന്ന് പറഞ്ഞ സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സോൾഡ് ക്വസ്റ്റ്യൻസ് ലഭ്യമാവുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒപ്പം.com അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഒപ്പം.in എന്ന് പറയുന്ന ഈ സൈറ്റിൽ സോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ് ആയിട്ടുള്ളത് മൊഡ്യൂൾ വൈസ് അവൈലബിൾ ആയിരിക്കും. അത് തന്നെയാണ് മിക്കവാറും എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം എവിടെ കിട്ടും? ഒപ്പം.com കിട്ടും. എന്ന് വെച്ച് യൂട്യൂബിൽ ഇതൊന്നും കിട്ടില്ല എന്നല്ല. യൂട്യൂബിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ മോഡ്യൂളായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിപ്ലോമ സ്റ്റുഡൻസ് എല്ലാവരും, സപ്ലിമെൻ്ററി എഴുതുന്ന ആൾക്കാർ, റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.